മോർണിംഗ് എവ്രി വൺ. ഞങ്ങളിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരിയിലാണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ ഞാനൊരു ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ ട്രിപ്പിൽ ഒരു ലോങ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മോർണിംഗ് അവിടെ എത്തി. അപ്പം യാദൃശ്ചികമായിട്ടാണ് ഞങ്ങളുടെ കസിനെ അവിടെ നിന്ന് കണ്ടത്. പിന്നീട് ഞങ്ങൾ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല റൂമൊന്നും. അപ്പോൾ കുറച്ച് അലയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഡിസംബർ മന്ത് എന്ന് പറയുന്നത് ഭയങ്കര ഈ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അവസാനം ഞങ്ങൾക്ക് കിട്ടി. ഓറോവില്ലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഓക്കെ, നല്ല റൂമായിരുന്നു. എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ റൂം ഓറോവില്ലായിരുന്നു എന്ന്. പക്ഷേ ഞങ്ങൾ ഈ ട്രിപ്പ് തുടങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിൽ ഈ ഓറോവിലിനെ പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ അതൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് അവിടെ പോയി വന്നതിന് ശേഷം തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയില്ല, അവിടെയുള്ളൊരു കൾച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പോണ്ടിച്ചേരിയിൽ നിന്ന് ഓറോവില്ലേക്ക് 30 മിനിറ്റ്സ് ട്രാവലുണ്ട്. ഓറോവില്ലിൽ എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഡിഫറെൻറ്റ് കൺട്രിയിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ലൈഫ് കൊണ്ടുപോകുന്നൊരു കാഴ്ച ഞാനവിടെ കണ്ടിട്ടുള്ളത്. കൂടുതലും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിന് ഭയങ്കരമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു സ്പിരിച്വൽ ഗ്രോത്തും ആൻഡ് ഇന്നർ പീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പോയതിൽ എൻ്റെ ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയായിരുന്നു ഓറോവില്ല്. സോ ഹാപ്പി. ഫസ്റ്റ് ഡേ ഞങ്ങൾ റോക്ക് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു നൈറ്റ്. അപ്പം നടന്ന് ക്ഷീണിച്ച സമയത്ത് അവിടെ നിന്നൊരു റോസ് മിൽക്കും കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു ആ ഒരു റോസ് മിൽക്കിന്. ഇവിടെ നമ്മൾ ഓരോ ഷോപ്പിലും കയറുന്ന സമയത്ത് ഇവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും. സോ അവിടെ നിന്ന് ഞാൻ ഷോപ്പ് ചെയ്ത സമയത്ത് ഞാൻ കൂടുതലും വാങ്ങിച്ചത് ആ ഒരു ടൈപ്പ് ഈ ക്രാഫ്റ്റ് വർക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇവിടെ നമ്മൾ പോണ്ടിച്ചേരിയിൽ ഓരോ കോർണറിലും നമ്മൾ അവിടെ ഒരു ആർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം പെയിൻറ്റിങ് ആയിക്കോട്ടെ, ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ഷോപ്പിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണുന്ന ക്രാഫ്റ്റ് വർക്ക് ആയിക്കോട്ടെ, ഭയങ്കരമായിട്ട് അവിടെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇവിടെയുള്ള ഓരോ റെസ്റ്റോറൻറ്റും കഫേനെ പറ്റിയും പറയാതിരിക്കാൻ പറ്റില്ല. അവർ ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് സോ നൈസ്. നമുക്ക് അത്രയും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഓരോ കഫേയിൽ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. ഭയങ്കര നല്ല ആംബിയൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഓറോവില്ലാണെങ്കിലും നമ്മൾ പോണ്ടിച്ചേരിയിലാണെങ്കിലും കഫേയിൽ പോയിട്ടുണ്ടായിരുന്നു. സോ ഗുഡ്, നൈസ്. പിന്നീട് തിരിച്ച് ഞങ്ങൾ ഓറോവില്ല് വന്നു. നൈറ്റ് ഡിന്നർ ഞങ്ങൾ അവിടെ നിന്നാണ് കഴിച്ചത്. പ്രത്യേകിച്ചൊന്നും വേണ്ടായിരുന്നു, ബട്ട് ഞാൻ കഴിച്ചത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഓക്കെ, എനിക്കിഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ്. ഡേ 1 ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.